ഹലോ ഗൈസ്, വെൽക്കം ടു റിയൽ ഡോഗ്. ഇത് സുമിത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ ഒന്ന് മെൻഷൻ ചെയ്യാനും വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് തരാനൊക്കെ നിങ്ങൾ 100% ശ്രമിക്കുക. അപ്പോൾ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വരുന്ന സൗണ്ടും ഇല്ലെങ്കിൽ വീഡിയോ ക്ലാരിറ്റിയും അതൊന്നും നിങ്ങൾ നോക്കണ്ട, ഇല്ലെങ്കിൽ കെയർ ചെയ്യേണ്ട. ഞാൻ പറയുന്ന ഇൻഫർമേഷൻ നല്ലതാണോ എന്നുള്ളൊരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആ ഒരു ഇൻഫർമേഷൻ മാത്രം നിങ്ങൾ ഗ്രാസ്പ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ വന്നിട്ടുള്ളത് എങ്ങനെയാണ് ഒരു P2P ട്രേഡ് നമുക്ക് സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റുക. ഒരുപാട് ആൾക്കാർ ഈ ഒരു ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആയിട്ടുള്ള അഫക്റ്റ് ആയിട്ടുള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ടാവും. അതേപോലെ തന്നെ ഇനി ഫ്യൂച്ചറിൽ ചെയ്യുന്നവർ കരുതലെടുക്കാൻ വേണ്ടി ഈ വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് P2P ട്രേഡിംഗ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ പിയർ ടു പിയർ എന്നുള്ളൊരു കാര്യം, എൻ്റെ കയ്യിൽ നിന്നുള്ള ഫണ്ട് ഞാൻ വേറൊരാൾക്ക് വേറൊരു ഇടയിൽ വേറെ ആരും നിൽക്കാതെ തന്നെ അയക്കാൻ പറ്റുന്ന ഏതൊരു ട്രാൻസാക്ഷനെയും നമുക്ക് എന്ത് പറയാം, പിയർ ടു പിയർ എന്ന് പറയാം. ബിറ്റ്കോയിനൊക്കെ ആദ്യം തന്നെ പിയർ ടു പിയർ എന്ന് പറഞ്ഞിട്ടുള്ള ക്രിപ്റ്റോ കറൻസിയിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുള്ള ഫ്യൂച്ചറൊക്കെ കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഒരു ഡിജിറ്റൽ കറൻസി നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ പിയർ ടു പിയർ ആയിട്ട് അയക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള എക്സ്ചേഞ്ചുകൾ ഒരുപാട് ആൾക്കാർ, ഇന്ത്യയിലുള്ള ആൾക്കാർ കൂടുതലും യൂസ് ചെയ്യുന്നത് ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് ആയിരിക്കും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഇന്ത്യൻ എക്സ്ചേഞ്ചിനെക്കാളും നല്ല കാര്യങ്ങൾ അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്റർനാഷണൽ എക്സ്ചേഞ്ചിൽ P2P ട്രേഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് ബൈനാൻസിൽ നമുക്ക് P2P ട്രേഡ് ചെയ്യാം, അതേപോലെ തന്നെ ബൈബിറ്റിൽ നമുക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ അതേപോലെ തന്നെ ഒരുപാട് എക്സ്ചേഞ്ച് ഇന്റർനാഷണൽ എക്സ്ചേഞ്ചുകളിലൊക്കെ നമുക്ക് P2P ട്രേഡ് സീറോ ഫീസ് കൊണ്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു സീറോ ഫീസ് കൊണ്ട് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും ഇതിലായിട്ടുള്ള ഒരു ഗുണം എന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ഒരു ബൈബിറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബിനാൻസ് ആയിക്കോട്ടെ, നിങ്ങളുടെ കയ്യിൽ ഒരു USDT ഉണ്ടെങ്കിൽ നമുക്കത് ഇന്ത്യൻ മണിയായിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൂടിയാണ് P2P ട്രേഡിംഗ്. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു P2P എന്ന് പറഞ്ഞിട്ടുള്ളത് സജസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു P2P ചെയ്തതിന് ശേഷം നിങ്ങളുടെ അക്കൗണ്ടിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ ഒരു നോട്ടിഫിക്കേഷൻ വരികയാണ്, നമ്മുടെ ഈ ഒരു ഇത്രത്തോളം എമൗണ്ട് ലീൻ എമൗണ്ട് ആയിട്ട് കണക്കാക്കി, ഇല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ആയി. അപ്പോൾ ഈ ഒരു ഫ്രീസ് എന്ന് വേർഡ് എടുക്കുമ്പോൾ 3 ടൈപ്പ് ഓഫ് ഫ്രീസ് ഉണ്ട്. ഫസ്റ്റ് തന്നെ ഫുള്ളി ഫ്രീസ് ആണ്. നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നിട്ടുള്ള ഈ ഒരു ഫ്രീസ് ഇല്ലെങ്കിൽ ഒരു ഫ്രോഡ്ലെറ്റ് ചെയ്ത ഒരു മണി ആണെങ്കിൽ അതിന് ആ അക്കൗണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഇനി യൂസ് ചെയ്യാനേ പറ്റില്ല. അതിന് നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റില്ല, വിഡ്രോ ചെയ്യാൻ പറ്റില്ല, ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ പാർഷ്യൽ ഫ്രീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതിൽ കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ട്. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് പൈസ ഇടാൻ പറ്റും, പക്ഷെ ഒരിക്കലും പൈസ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ള രീതി. അതേപോലെ തന്നെ ഫുള്ളി റെസ്ട്രിക്ഷനും ഇല്ലെങ്കിൽ അതിനേക്കാളും കുറവായിട്ടുള്ള റെസ്ട്രിക്ഷൻ കൂടി ഉണ്ട്. നിങ്ങൾക്ക് ചെറിയ ട്രാൻസാക്ഷൻ ഒക്കെ നടത്താൻ പറ്റും, പക്ഷേ ഹ്യൂജ് എമൗണ്ട് ആ അക്കൗണ്ടിൽ നിന്ന് നടത്താൻ പറ്റില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അതേപോലെ തന്നെ ഇത് എന്തുകൊണ്ടാണ് ഫ്രീസ് ആവുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാനൊരു വ്യക്തിയാണ്, ഞാൻ എന്ത് ചെയ്യാണ്, ഇല്ലെങ്കിൽ ഞാനൊരു സ്കീം കണ്ടെത്തുകയാണ്. കുറേ ആൾക്കാരിനെ ഞാൻ പറ്റിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ പറ്റിക്കാൻ വേണ്ടി എനിക്ക് നല്ല രീതിയിൽ നല്ല ട്രേഡിംഗ് ഒക്കെ അറിയാം. അപ്പോൾ നിങ്ങൾ ഇതിൽ പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞത് ഒരു ഫോർ എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഇതിൽ പൈസ എനിക്ക് തന്നു എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്കത് 4 ഇരട്ടിയാക്കി തിരിച്ചു തരാം എന്ന് ഞാൻ ഒരുപാട് ആൾക്കാരോട് പറയുകയാണ്. എന്നിട്ട് ഒരുപാട് ആൾക്കാരുടെ നിന്ന് ഫണ്ട് വാങ്ങുകയാണ്. അങ്ങനെ ഫണ്ട് വാങ്ങിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ താഴെയുള്ള ആൾക്കാരിനെയൊക്കെ ഞാൻ പറ്റിച്ചു. ഞാൻ ഒരിക്കലും മുഖം റിവീൽ ചെയ്തിട്ടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും റിവീൽ ചെയ്തിട്ടില്ല. ഞാനൊരു വെബ്സൈറ്റ് വഴിയാണ് ചെയ്തത്, ഇല്ലെങ്കിൽ ഒരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോം വഴിയാണ് ചെയ്തത്, ഇല്ലെങ്കിൽ ഒരു ഗാംബ്ലിംഗ് ആയിട്ടുള്ള രീതിയിൽ പ്ലാറ്റ്ഫോം സൈറ്റ് ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ചെയ്തത്. അങ്ങനെയുള്ള ചെയ്തിട്ടുള്ള ഇവരൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള ഫണ്ട് എൻ്റെ അക്കൗണ്ടിലുണ്ട്. ആ ഒരു അക്കൗണ്ടിലെ ഫണ്ട് എനിക്ക് എന്ത് ചെയ്യണം, ഈ ഒരു പിയർ ടു പിയർ ചെയ്തിട്ട് എനിക്ക് കുറച്ച് കൂടുതൽ പൈസ ആയാലും ഞാനൊരു USDT ആയിട്ട് മാറ്റി വെച്ചിട്ട് എനിക്കത് കറക്റ്റ് ആയിട്ടുള്ള വൈറ്റ് മണി ആക്കാനുള്ള ഓപ്ഷൻ നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ്. അതിന് കാര്യങ്ങളാണ് ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പറ്റിച്ചിട്ടുള്ള ആൾക്കാർ, ഞാൻ ഒരുപാട് ആൾക്കാരിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ പൈസ വാങ്ങിയിട്ടുള്ള ആൾക്കാർ എന്നെ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് സൈബർ ക്രൈമിൽ ഇത് എന്നെ കേസ് കൊടുക്കുന്നു. എൻ്റെ എമൗണ്ട് ഇത്രത്തോളം പറ്റിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസ് ഫയൽ ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഒരു മണി ആയിരിക്കും P2P ട്രേഡ് വഴി ഒരുപാട് ആൾക്കാർ അയച്ചിട്ടുണ്ടാവുക. ആ ഒരു അയച്ചിട്ടുള്ള ആ ഒരു ബാങ്ക് അക്കൗണ്ടൊക്കെ ഈ ഒരു ആൾക്കാർ കൊടുത്തിട്ടുള്ള കേസ് കാരണം, ഇല്ലെങ്കിൽ ഞാൻ പറ്റിച്ചിട്ടുണ്ടല്ലോ, ആ പറ്റിച്ചിട്ടുള്ള ആൾക്കാർ കൊടുത്തിട്ട് കേസ് കാരണം അവരുടെ അക്കൗണ്ടൊക്കെ ഫ്രീസ് ആവാനുള്ള സാഹചര്യങ്ങൾ കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ വേറൊരു രീതി സ്കാം എന്താണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഫ്രോഡ്ലെറ്റ് ഫ്രീസ് ആവാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു P2P ട്രേഡ് ചെയ്യുന്നു, നമുക്ക് ഒരിക്കലും അയാളിനെ അറിയില്ല, അയാൾ ഒരു സ്ട്രേഞ്ചർ ആയിരിക്കാം, ഇല്ലെങ്കിൽ അയാൾ ഒരു ഫ്രോഡ് ആയിരിക്കാം. എല്ലാവരും ഫ്രോഡ് ആയിരിക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ ഫ്രോഡ് ആയിട്ടുള്ള ആൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് P2P ട്രേഡ് നിങ്ങൾ ചെയ്തു, അതിപ്പോൾ ഒരു 15,000 ആയിക്കോട്ടെ, അല്ലെങ്കിൽ 10,000 ആയിക്കോട്ടെ, അല്ലെങ്കിൽ 7,000 ആയിക്കോട്ടെ, ആ രീതിയിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് USDTയും ആ ഒരു സമയത്തൊക്കെ നമുക്ക് കിട്ടി, നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസയും വന്നു. എന്നിട്ട് അയാൾ പോയി ചെയ്യുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, എൻ്റെ അടുത്ത് നിന്ന് ഇത്രത്തോളം എമൗണ്ട് ഇന്നൊരു വ്യക്തി ഇന്ന ബാങ്ക് അക്കൗണ്ടിൽ വെച്ച് എന്നെ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് സൈബർ കേസിൽ ഇല്ലെങ്കിൽ സൈബറിൽ പോയിട്ട് ഒരു കേസ് ഫയൽ ചെയ്യുന്നു. അങ്ങനെ കേസ് ഫയൽ ചെയ്ത ഉടനെ തന്നെ നമുക്ക് 1 മാസം കഴിഞ്ഞിട്ട് നമ്മുടെ എമൗണ്ടിൽ നിന്ന് ആ ഒരു ലീൻ എമൗണ്ട് ഇല്ലെങ്കിൽ ഫ്രോഡ്ലെറ്റ് എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു മ്യൂൾ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ ഒരു എമൗണ്ട് ഫ്രീസ് ആയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു. അപ്പോൾ നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ബാങ്കായിട്ട് ഡയറക്റ്റ് അപ്രോച്ച് ചെയ്യും. ഫസ്റ്റ് അത് ആ ഒരു സ്റ്റെപ്പ് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ പറയുകയാണ് ഇന്നൊരു സൈബർ ക്രൈം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആൾറെഡി അറിയുന്നത് ഇയാളുടെ ഒരു അക്കൗണ്ടും ഇല്ലെങ്കിൽ ഈ ഒരു P2P ചെയ്തിട്ടുള്ള ഈ ഒരു എമൗണ്ട് ആണെന്ന് അറിഞ്ഞു പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു സ്ട്രേഞ്ചറിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കോൺടാക്ട് ചെയ്യുമ്പോൾ അയാൾ പറയുകയാണ് നിങ്ങളുടെ അക്കൗണ്ട്
അക്കൗണ്ടിൽ ഈ ഒരു ഇത്രത്തോളം എമൗണ്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ എനിക്ക് കുറച്ച് പൈസ തരണം, പൈസ എന്നാൽ മാത്രം ഞാൻ ആ കേസ് എന്ത് ചെയ്യാം, നമുക്ക് വേണ്ടാന്ന് വെക്കാം എന്നുള്ള രീതി അവർ പറയും. അതാണ് വേറൊരു ടൈപ്പ് ഓഫ് സ്കാം അല്ലെങ്കിൽ ഫ്രോഡ്ലെറ്റ് ആക്ടിവിറ്റിയിൽ അവർ സ്വയം തന്നെ തീരുമാനിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രത്തോളം കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് എന്താവും, ഫ്രീസ് ആവും. അപ്പോൾ ഇത് എങ്ങനെയാണ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളൊരു കാര്യം ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞുതരാം. ഈ ഒരു P2P ട്രേഡിങ്ങിനും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഒരുപാട് ആൾക്കാർ ഇന്റർനാഷണൽ എക്സ്ചേഞ്ചുകളാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ഇന്റർനാഷണൽ ബാങ്ക് അക്കൗണ്ടും കൂടി P2P ട്രേഡിങ്ങിന് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളൊരു കാര്യമാണ് ഏറ്റവും ഫസ്റ്റ് കാര്യം. അതേപോലെ തന്നെ ഇതിലിപ്പോൾ P2P ട്രേഡിംഗ് എമൗണ്ട് മാത്രമല്ല, അതിൽ ചെറിയ എമൗണ്ട് എങ്കിലും നിങ്ങളുടെ റിയൽ ആയിട്ടുള്ള ഫണ്ട് നിങ്ങൾ അതിൽ ട്രാൻസ്ഫർ ചെയ്ത് വെക്കണം. ട്രാൻസ്ഫർ ചെയ്ത് വെച്ചിട്ട് ആ ഒരു P2P ഉപയോഗിക്കുന്നതിന് മുമ്പും അതേപോലെ തന്നെ കുറച്ച് കാലങ്ങൾക്ക് മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ റെഗുലർ യൂസിനാണ് ഈ ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഈ ഒരു ബാങ്ക് അക്കൗണ്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒരുപാട് പൈസ വന്നില്ലെങ്കിലും കുറച്ച് മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻ അതിൽ നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഒരു പരമാവധിയൊക്കെ ഫ്രീസ് എന്ത് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ അവിടെ തടയാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു P2P ട്രേഡ് ഉപയോഗിച്ച അക്കൗണ്ട് P2P ട്രേഡ് ചെയ്തു എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അത് മണി ആയിട്ട് വിഡ്രോ ചെയ്യാം. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിൽ പോയിട്ട് വിഡ്രോ ചെയ്യാം, ഇല്ലെങ്കിൽ ATMൽ പോയിട്ട് വിഡ്രോ ചെയ്യാം. ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ മണി ആയിട്ട് വിഡ്രോ ചെയ്തെന്ന് പറഞ്ഞാൽ വേറെ നിങ്ങളുടെ കയ്യിലുള്ള ഏതൊരു അക്കൗണ്ടിലേക്കും ആ ഒരു ട്രാൻസാക്ഷൻ പോയി എന്ന് പറഞ്ഞാൽ അത് എന്താവും, ഫ്രീസ് ആവും. ഫ്രോഡ്ലൈറ്റ് മണി ആണെങ്കിൽ അപ്പോൾ മണി ആയിട്ട് നിങ്ങൾ വിഡ്രോ ചെയ്തിട്ട് നിങ്ങളുടെ ഏതൊരു പേഴ്സണൽ അക്കൗണ്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫാമിലി അക്കൗണ്ട് ആയിക്കോട്ടെ അതിലേക്ക് നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നിങ്ങൾ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യേണ്ടത്, ആ മണി കിട്ടിയ ഉടനെ തന്നെ അത് മണി ആയിട്ട് വിഡ്രോ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് നിങ്ങളുടെ ഫ്രീസ് എന്നൊക്കെ ഒരു പരമാവധി രക്ഷപ്പെടാൻ പറ്റും. ഇനി നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ആയി എന്ന് തന്നെ വെക്കട്ടെ. അപ്പോൾ ഈ ഒരു ഫ്രീസ് ആയി എന്ന് പറഞ്ഞാൽ അടുത്ത് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഏത് ബാങ്കാണോ ആ ഒരു ബ്രാഞ്ചിലേക്ക് നിങ്ങൾ ഫസ്റ്റ് പോവുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു പോയിട്ട് നിങ്ങൾ അവിടെ വന്ന് അവരുടെ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആയത്. അപ്പോൾ അവർ പറയും ഒന്നില്ലെങ്കിൽ ഫ്രോഡ്ലെറ്റ് സൈബറിൽ ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടാവും. ഈ ഒരു കംപ്ലയിൻ്റ് ഒക്കെ കൊടുത്തത് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തു നിന്നായിരിക്കും, ഇല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ നോർത്ത് നിന്ന് അങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കും. അങ്ങനെയുള്ളവരാണ് കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അവരിൽ നിന്നായിരിക്കും അങ്ങനെ ഫയൽ കംപ്ലയിൻറ്റ് ചെയ്ത കാരണമാണ് ഈ ഒരു എമൗണ്ട് ഫ്രീസ് ആയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം പറയും. അപ്പോൾ അവർ ഇത്രത്തോളം ഇൻഫർമേഷൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ഏത് ട്രാൻസാക്ഷനാണ്, എവിടെ നിന്നാണ് ഇത് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തിട്ടുള്ളത്, എന്തുകൊണ്ടാണ് കംപ്ലയിൻറ്റിൽ ഇത്രത്തോളം പ്രശ്നം ഉണ്ടായത് എന്നുള്ള കാര്യം ഡീറ്റെയിൽസും എല്ലാവർക്കും ആ ഒരു ബാങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇല്ലെങ്കിൽ അവിടുത്തെ എംപ്ലോയിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റും. അപ്പോൾ അവരെന്ത് ചെയ്യും, നിങ്ങൾ അവിടെ അടുത്ത് പോയി ചോദിക്കണം ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് വേണം, എന്നാൽ മാത്രമാണ് എനിക്ക് ഫർദർ ആയിട്ടുള്ള അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുള്ളൂ. അതേപോലെ തന്നെ ബാങ്കിലായിട്ട് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ക്രിപ്റ്റോ ട്രേഡറാണ്, ക്രിപ്റ്റോ ഇൻവെസ്റ്ററാണ്, നിങ്ങൾക്ക് എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരിൽ നിന്ന് ഒരിക്കലും പറയരുത്. എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇതൊക്കെ ലീഗലാണെങ്കിലും നമുക്ക് CoinCX എന്ന് വരെ നമുക്ക് എന്താണ് ഈ ഒരു ബാങ്ക് അക്കൗണ്ടിൽ പൈസ വന്നിട്ട് ഫ്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന് 30% ടാക്സ് ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പോയിട്ട് അവിടെ അല്ലെങ്കിൽ ബാങ്ക് ബ്രാഞ്ചിൽ പോയിട്ട് നിങ്ങൾ ഒരു ക്രിപ്റ്റോ ഇൻവെസ്റ്റർ ആണെന്ന് ഒരിക്കലും പറയരുത്. ഈ ഒരു മണി നിങ്ങൾക്ക് ഫ്രീലാൻസ് വർക്ക് ചെയ്തിട്ടുള്ളത് കിട്ടിയതാണ്, ഇല്ലെങ്കിൽ എൻ്റെ ബിസിനസ് സെറ്റിൽമെൻറ്റിൽ നിന്ന് എനിക്ക് വഴി കിട്ടിയതാണ്, ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും ഒന്ന് ഫ്രണ്ട് എന്ത് ചെയ്തതാണ് ഗിഫ്റ്റ് ആയിട്ട് തന്നാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബാങ്ക് അക്കൗണ്ടിൽ പറയാൻ പറ്റുള്ളൂ. ഫസ്റ്റ് തന്നെ ക്രിപ്റ്റോ എന്നൊക്കെ ചാടി കയറി പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എത്രത്തോളം വൈകിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം വൈകിപ്പിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് അവിടെ ബാങ്കിൽ പോയി ചോദിച്ചു. ഫസ്റ്റ് തന്നെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആയി ഇങ്ങനെ ഒരു ക്രൈം ഇല്ലെങ്കിൽ ഫ്രോഡ്ലെറ്റ് ആക്ടിവിറ്റി നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പേടിക്കുകയല്ല ചെയ്യരുത്. ഡയറക്റ്റ് ആയിട്ട് ബാങ്ക് അക്കൗണ്ടിൽ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ബാങ്ക് അക്കൗണ്ടിൽ പോയിട്ട് നിങ്ങളെ പോലീസ് ഒന്നും പിടിക്കാൻ പോയില്ല. ഇതിന് തന്നെ ഒരു പ്രത്യേക സെഷനാണ്, ഈ ഒരു സിവിൽ എന്ന് പറയുന്ന ഒരു പ്രത്യേക സെഷനിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പേടിച്ചിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഞാൻ എന്താണ് ഒരു കാര്യങ്ങൾ ആരെയും പറ്റിച്ചിട്ടില്ല, ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടാണ് എനിക്ക് പറ്റിയതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബാങ്കിൽ പോയിട്ട് ഈ കാര്യങ്ങൾ പറയാം. അതും ക്രിപ്റ്റോൻ്റെ കാര്യങ്ങൾ പറയരുത്. നിങ്ങൾ അതിന് പറ്റിക്കാത്ത പൈസയാണെങ്കിൽ അവിടെ പോയിട്ട് എത്ര കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുമോ അത്ര കോൺഫിഡൻ്റ് ആയിട്ട് അവരോട് പറയുക എനിക്ക് ഇന്ന ഡീറ്റെയിൽ ഒക്കെ കിട്ടണം. അപ്പോൾ അവർ ഫസ്റ്റ് തന്നെ പറയും എന്ത് ചെയ്യില്ല, ഞങ്ങൾക്ക് അങ്ങനെ അത്രത്തോളം ഇൻഫർമേഷൻ ഒന്നും തരാൻ പറ്റില്ല, ഞങ്ങൾക്ക് ബാങ്കിനായിട്ടുള്ള ഒരുപാട് പോളിസീസ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, ഇല്ലെങ്കിൽ റൂൾസ് കാര്യങ്ങളുണ്ട്, അപ്പോൾ ഇത്രത്തോളം ഇൻഫർമേഷനാണ് തരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പറഞ്ഞു തരാനാണ് പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം. അപ്പം തന്നെ ആ ഒരു സീറ്റിൽ നിന്ന് എണീറ്റ് പോവാതെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇത്രത്തോളം കാര്യങ്ങളാണ് തരാൻ പറ്റുള്ളൂ, ഞാൻ ചോദിച്ചിട്ടുള്ള ഇത്രത്തോളം ഡീറ്റെയിൽ നിങ്ങൾക്ക് തരാൻ പറ്റില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ റിട്ടേൺ ലെറ്ററിൽ ചോദിക്കുക. അങ്ങനെ റിട്ടേൺ ലെറ്ററിൽ ചോദിച്ചാൽ തന്നെ അവർ എന്ത് ചെയ്യും, അവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഇൻഫർമേഷനൊക്കെ തരും. ഇങ്ങനെയുള്ള ബാങ്ക് അക്കൗണ്ടിലൊക്കെ ഹ്യൂജ് എമൗണ്ട് ഫ്രീസ് ആവുന്നത് അവർക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ലാതെ തന്നെ അവർ ഫ്രീസ് ചെയ്ത് ആ ബാങ്ക് അക്കൗണ്ട് ബെനിഫിറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ടുകളാണ്. അപ്പോൾ അത് എത്രത്തോളം വൈകിപ്പിക്കുമോ അത്രത്തോളം വൈകിപ്പിക്കാനാണ് അവർ നോക്കുകയുള്ളൂ. ഒരുപാട് ആൾക്കാർക്ക് വലിയ ഫണ്ടൊക്കെ ഇപ്പോഴും എന്ത് ചെയ്തിട്ടില്ല, കറക്റ്റ് ആയിട്ടുള്ള പ്രോസസ്സ് ചെയ്യാതെ തന്നെ നമുക്ക് എന്താണ് ഇങ്ങനെയുള്ള
അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഈ അവൻ്റെ ഡീറ്റെയിൽ വാങ്ങി എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഒരു മെയിലിലേക്ക് ഈ ഒരു ബാങ്കിക്ക് നിങ്ങൾ ഒരു മെയിൽ അയക്കാൻ പറയാം. ഒന്നില്ലെങ്കിൽ അവർ തന്നെ ഇതൊരു വേറെ ഭാഗത്തു നിന്നാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഹെഡ് ഓഫീസിൽ നിന്നാണ് ഞങ്ങൾക്ക് എന്ത് വന്നിട്ടുള്ളത് ഈ ഒരു ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആവണമെന്ന് പറഞ്ഞിട്ടുള്ളത് എന്നൊരു കാര്യം പറയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, റിക്വസ്റ്റ് ചെയ്യുക, ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു ഫണ്ട് ഉള്ളത്, നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഫ്രീലാൻസ് വർക്കോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഇന്ന രീതിയിലാണ് എൻ്റെ ഫണ്ട് വന്നിട്ടുള്ളത്, ഞാൻ ഒരിക്കലും ഇതിലില്ല, ഇല്ലെങ്കിൽ ഞാൻ ആരും ഫോർവേഡ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരു റിട്ടേൺ ലെറ്റർ ഇല്ലെങ്കിൽ ഒരു മെയിൽ അവരെ കൊണ്ട് അയക്കാൻ പറയാം. എന്നിട്ട് ആ ഒരു റിപ്ലൈക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യണം. നിങ്ങൾ വെറുതെ ബാങ്കിൽ പോയിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു കാര്യത്തിനെ പറ്റി ചോദിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുള്ളൂ, അതിനുള്ള റിപ്ലൈ തന്നെ അവർ തരാൻ ഒരുപാട് സമയം എടുക്കും, അല്ലെങ്കിൽ റിപ്ലൈ ഒക്കെ ചിലവർ അറിയിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആയി എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു 3-4 മാസമെങ്കിലും നമ്മൾ ഇതിൻ്റെ പിന്നാലെ പോയാലാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളൂ, ആ ഫണ്ട് തിരിച്ചു കിട്ടുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ടാക്സ് കിട്ടിയിട്ടുള്ള വ്യക്തിയാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളാണെങ്കിൽ ഇത്രത്തോളം കാര്യങ്ങൾ ചെയ്തു. അതേപോലെ തന്നെ അടുത്ത് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫ്രീസ് അതോറിറ്റി. ഇപ്പോൾ അവർ പറയും സൈബർ ക്രൈമിലാണ് ഇത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിങ്ങളൊന്നും തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് സൈബർ അവിടെ പോയിട്ട് ഇന്ന കേസിൻ്റെ ഡീറ്റെയിലും അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. അപ്പോൾ ഈ പോലീസ് ഓർ സൈബർ സെൽ ആണെങ്കിൽ അവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത് CRPC 457/451 ആണെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, മജിസ്ട്രേറ്റ് കോർട്ടിലൊക്കെ പോയിട്ട് നമുക്കിത് റിലീസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്കിവിടെ ഇപ്പോൾ ഇത്രത്തോളം കാര്യങ്ങൾ ചെയ്തു, ബാങ്കൊന്നും ഒരു സപ്പോർട്ടും ഇല്ല, ബാങ്ക് പറയുന്നത് ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ല എന്നാണെങ്കിൽ നിങ്ങൾ അടുത്ത് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ലോയറിനെ പോയിട്ട് കാണുക എന്നുള്ള കാര്യമാണ്. നമുക്കിതൊരു ഈ ഒരു സംഭവം നമുക്കൊരു ലോയർ വഴി നമുക്ക് കോർട്ടിലേക്ക് ഫയൽ നമ്മളൊരു കാര്യങ്ങളും ചെയ്തിട്ടില്ല, എൻ്റെ ഇത് ഇലീഗൽ ഫണ്ട് അല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് കേസ് കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഫയൽ ആൻഡ് അപ്ലിക്കേഷൻ അണ്ടർ സെക്ഷൻ 457 CRPC എന്ന് പറഞ്ഞിട്ട് ഫോർ റിലീസിംഗ് ഓഫ് പ്രോപ്പർട്ടി ഇഫ് പോളിസി സൈബർ ക്രൈം ഫ്രോസ്റ്റ് അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് അപ്ലിക്കേഷൻ അണ്ടർ സെക്ഷൻ 457 CRPCയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഇതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ലോയറിനെ കാണുക എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു സിവിൽ സ്യൂട്ടിൽ നമുക്കൊരു കേസ് വരുമ്പോൾ നമ്മളെ പെട്ടെന്ന് എവിടെയും പിടിച്ചിട്ട് പോകാൻ അങ്ങനെയുള്ള കാര്യങ്ങളല്ല, നിങ്ങൾ അവിടെ നിന്നിട്ട് ഇതിൻ്റെ ഹിയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് എന്താണോ വരുന്നത് ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് ഇത് നമ്മളൊന്നും തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അത് പെട്ടെന്ന് തന്നെ മാറാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അതിനൊക്കെ ഒരു ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ഇത് ഈ ഒരു അൺഫ്രീസ് ആയിട്ട് എടുക്കാൻ പറ്റും. നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയും പേടിക്കാതെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുക. ഈ ബാങ്ക് അക്കൗണ്ട് ആയിക്കോട്ടെ, അവിടുത്തെ മാനേജർ നിങ്ങളോട് സംസാരിച്ചോട്ടെ, എന്തൊക്കെ കാര്യങ്ങളാണെങ്കിലും അവർ നിങ്ങൾ ഒരുപാട് പേടിപ്പിക്കാൻ നോക്കും. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ആ എമൗണ്ട് അത്രത്തോളം ബെനിഫിറ്റ് ഉള്ളതാണ്, അവർക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങളില്ലാതെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് എത്രത്തോളം ലക്ഷം കോടികൾ അക്കൗണ്ടാണ് ഫ്രീസ് ആയിട്ടുണ്ടാവുക. അതിൽ പാതി അക്കൗണ്ട് ഇത്രത്തോളം ആൾക്കാർ കോൺഫിഡൻസ് ആയിട്ട് പോയി ചോദിക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, എടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ വേറൊരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ P2P ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്ന കാര്യങ്ങളാണ് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇവിടുത്തെ ആൾക്കാർ നമ്മൾ എന്ത് ചെയ്യുന്നത് ഫ്രോഡ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ഇവിടെ ഒരു ബിറ്റ്ഗെറ്റാണ് ഫോർ എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ടുള്ളത്. ഞാൻ നേരെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ സെല്ല് ഓപ്ഷൻ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള സെല്ലറിനെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് കാര്യങ്ങളോട് ശ്രദ്ധിക്കണം, ഇയാൾ നല്ലതാണോ എന്നുള്ളൊരു കാര്യം. അപ്പോൾ നിങ്ങൾ ആൾറെഡി തന്നെ കുറച്ച് മെത്തേഡ് ആഡ് ചെയ്തിട്ടുണ്ടാവും. ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ UPI ആഡ് ചെയ്തിട്ടുണ്ട്, GPay ആഡ് ചെയ്തിട്ടുണ്ട്, ബാങ്ക് അക്കൗണ്ടൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോഴൊന്നും ഈ ഒരു ബിറ്റ്ഗെറ്റിലൊന്നും യൂസ് ചെയ്യുന്നില്ല. എന്നാലും നിങ്ങൾ യൂസ് ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താണെങ്കിൽ നിങ്ങൾ എന്താണ് തീർച്ചയായിട്ടും ടാക്സ് കെട്ടാൻ നിങ്ങളൊരു വ്യക്തി ഇന്ത്യയിലുള്ള ആളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ടാക്സ് കെട്ടണം എന്നുള്ളൊരു കാര്യം കൂടി കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ നേരെ നോക്കുകയാണ്, ഈ ഓരോ P2P ട്രേഡിൽ 241 ഓർഡർ ചെയ്തിട്ടുണ്ട്, അതിൽ 97% ഇയാൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത ആൾ നോക്കിയെന്ന് പറഞ്ഞാൽ 151 ഓർഡർ ചെയ്തിട്ടുണ്ട്, അതിൽ 98% ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇതിൽ ഓപ്പൺ ചെയ്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ട്രേഡ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. അങ്ങനെ ട്രേഡ് ചെയ്യുമ്പോൾ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്തിട്ട് അവരോട് പറഞ്ഞിട്ട് വേണ്ടാന്ന് വെക്കാം. ചിലവരുടെ ഈ ഒരു പ്രോംപ്റ്റ് അല്ലെങ്കിൽ ഒരു ക്യാപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇവർ പറ്റിക്കാൻ നിൽക്കുകയാണോ എന്നുള്ളൊരു കാര്യം. അതേപോലെ തന്നെ ഈ ഒരു P2P ട്രേഡിൽ ഒരുപാട് ഹ്യൂജ് എമൗണ്ട് ഒക്കെ വന്ന് കിടക്കുന്ന ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് തന്നെ വിൽക്കണമെന്നുണ്ട്, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ടുള്ള ആൾക്കാരും പറ്റിക്കാൻ ഇവിടെ നിന്ന് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ കൂടുതലും ഇങ്ങനെയുള്ള നല്ലൊരു P2P എനിക്ക് പറ്റിക്കാനേ പാടില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് തന്നെ പൈസ വാങ്ങി ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഏതൊക്കെ ട്രേഡിലും ഇവരിൻ്റെ റേറ്റിംഗും അങ്ങനെയുള്ള കാര്യങ്ങൾ കിടക്കുന്നുണ്ടാവും. ആ ഒരു റേറ്റിംഗിനനുസരിച്ചിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ട്രേഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ ആൾറെഡി തന്നെ കാണാൻ പറ്റും 110 ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇവിടെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹ്യൂജ് എമൗണ്ട് ലിമിറ്റ് വരുന്നതിൽ ഒരിക്കലും നിങ്ങൾ P2P ചെയ്യാതിരിക്കുക. ചെറിയ എമൗണ്ട് വെച്ച് P2P ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത്. വലിയ എമൗണ്ട് വെച്ചിട്ട് ഒരിക്കലും P2P ഒന്നും നിങ്ങൾ ചെയ്യരുത്. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളെ
പറ്റിക്കാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. എന്ത് പ്രശ്നങ്ങൾ വന്നാലും നിങ്ങൾ തെറ്റ് ചെയ്തിട്ടെങ്കിൽ കോൺഫിഡൻസ് ആയിട്ട് ബാങ്കിലായിക്കോട്ടെ ഏതൊരു ഓഫീസിലായിക്കോട്ടെ നിങ്ങൾക്ക് പോകാനുള്ള എല്ലാ അധികാരവും നമ്മുടെ ഇന്ത്യയിലുണ്ട്, കേരളത്തിലുണ്ട്. എല്ലാം അതൊരു സ്വതന്ത്ര രാജ്യമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾ നിന്ന് ചോദിക്കുക, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ അറിയുക. 10 ഹ്യൂജ് എമൗണ്ട് ഒക്കെ ആണെങ്കിൽ ഒരു വക്കീലിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ കോർട്ടിൽ ചെയ്തിട്ട് നമുക്ക് അൺഫ്രീസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ്. ഞാൻ ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.